എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം. SLC പബ്ലിക് എക്സാം 2025 5-10 മാർക്ക് കിട്ടിയാൽ ജയിക്കുമോ? 5-10 മാർക്ക് കിട്ടിയില്ലെങ്കിൽ തോൽപ്പിക്കുമോ? പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വിദ്യാർത്ഥികളുടെ കുറേ സംശയങ്ങളിലേക്ക് തന്നെ കിടക്കാം. SLC പബ്ലിക് എക്സാമിൽ 5-10 മാർക്കൊക്കെ കിട്ടിയാൽ പാസ്സാകുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്. 5-10 മാർക്ക് കിട്ടിയില്ലെങ്കിൽ തോൽപ്പിക്കുമോ എന്നൊക്കെ. ഇത് നമ്മൾക്ക് ഉത്തരം പറയണമെങ്കിൽ നമ്മൾ ഒരു വർഷം കഴിഞ്ഞ വർഷത്തേക്ക് പോകണം. കഴിഞ്ഞ വർഷത്തേക്ക് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ നിയമവും ഈ വർഷത്തെ നിയമവും തമ്മിൽ കുറേ വ്യത്യാസങ്ങളും കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 5 മാർക്കെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 40 മാർക്കിൻ്റെ എക്സാമാണ്. അതുപോലെ തന്നെ 10 മാർക്കെന്ന് ഉദ്ദേശിക്കുന്നത് ഏതുമാണ്? 80 മാർക്കിൻ്റെ എക്സാമുമാണ്. അപ്പോൾ സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം CE മാർക്ക് വിദ്യാർത്ഥികളെ ജയിക്കാൻ സഹായിക്കുമായിരുന്നു. എന്നാൽ ഈ വർഷം മുതൽ CE മാർക്ക് വിദ്യാർത്ഥികളെ ജയിക്കാൻ സഹായിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഒരു വിഷയത്തിൽ നിങ്ങൾ 5 എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങളെ പാസ്സാവും? ഇപ്പം 40 മാർക്കിൻ്റെ എക്സാമിൽ 5 മാർക്ക് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ പാസ്സായിപ്പോയാൽ, പക്ഷേ ഈ വർഷം പാസ്സാകുമോ എന്നുള്ളത് അറിയത്തില്ല. കാരണം മിനിമം മാർക്ക് സംവിധാനമൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 40 മാർക്കിൻ്റെ എക്സാമിൽ 12 മാർക്ക് എഴുതി വാങ്ങണം. മിനിമം മാർക്ക് സംവിധാനം ഉള്ളപ്പം 5 മാർക്ക് എടുത്താൽ പാസ്സാകുമോ എന്നുള്ളത് കൃത്യമായ ക്ലാരിഫിക്കേഷൻ. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക് എഴുതി വാങ്ങണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 10 മാർക്ക് എടുത്താൽ എത്രത്തോളം പ്രാബല്യം ഉണ്ടാകുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുന്നു. 5-10 മാർക്ക് കിട്ടിയില്ലല്ലോ, നിങ്ങൾ ഈ 5-10 മാർക്ക് എന്ന് പറഞ്ഞിരിക്കാതെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ പഠിക്കും മക്കളെ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ പഠിക്കുക. നിങ്ങളിപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, 40 മാർക്കിൻ്റെ എക്സാമിൽ 12ഉം അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കും എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ മക്കളെ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ CE മാർക്കിനെ ആശ്രയിക്കുന്നത്? നിങ്ങൾ ജയിച്ചില്ലേ? 40 മാർക്കിൻ്റെ എക്സാമിൽ 12 നിങ്ങൾക്ക് എഴുതിയെടുത്താൽ, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ 24 നിങ്ങൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തില്ലേ മക്കളെ? ജയിച്ചില്ലേ? എടാ, 80 മാർക്കിൻ്റെ എക്സാമിലുണ്ടല്ലോ, അതിൽ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ എഴുതേണ്ടത്. 104 ഈ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 104 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 104 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 24 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓൾ ക്വസ്റ്റ്യൻ ആണ്. 24 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓൾ ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള 80 മാർക്കാണ് നിങ്ങൾ എഴുതി വാങ്ങേണ്ടത്. എടാ, 104 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്തുനിന്ന് 24 മാർക്ക് എഴുതിയെടുക്കാൻ വല്ല പണിയുണ്ടോ? എടാ, സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ കൂട്ടി നോക്കിക്കോ. 80 മാർക്കിൻ്റെ പരീക്ഷയാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ അതിലെന്താണ് 104 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് പല സമയങ്ങളിലും 2 ചോദ്യം 3 ചോദ്യം തന്നിട്ട് 2 എണ്ണത്തിന് ഉത്തരം എഴുതാൻ പറയില്ലേ? 4 എണ്ണം തന്നിട്ട് 3 എണ്ണത്തിന് ഉത്തരം എഴുതാൻ പറയില്ലേ? അപ്പോൾ ഈ ഓൾ ക്വസ്റ്റ്യൻ ആയിട്ട് പോകുന്നതാണ് 24 മാർക്ക്. ഈ 104 മാർക്കിൽ 24 എഴുതിയെടുക്കാൻ വല്ല പണിയുണ്ടോ? എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കേണ്ട മക്കളെ, നല്ല രീതിയിലൊക്കെ പഠിച്ച് 40 മാർക്കിൻ്റെ എക്സാമിൽ 12ഉം 80 മാർക്കിൻ്റെ എക്സാമിൽ 24 എഴുതിയെടുത്താൽ നിങ്ങൾ എന്തിനാ മക്കളെ പേടിക്കുന്നത്? നിങ്ങൾക്ക് CE മാർക്കോ ഗ്രേസ് മാർക്കിനെയൊക്കെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? കിട്ടുമോ? ഞാൻ തോൽക്കുമോ എന്നൊക്കെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ 5 മാർക്കോ 10 മാർക്കൊക്കെ കിട്ടിയാൽ ജയിക്കുമെന്ന് നമുക്ക് ഷുവറായിട്ട് പറയാമായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ ആ കാര്യം എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. എന്തായാലും അക്കാര്യത്തിൽ ഞാൻ വിദ്യാർത്ഥികളോട് ക്ഷമിക്കുന്നു. കാരണം കഴിഞ്ഞ വർഷം വരെ മിനിമം മാർക്ക് സംവിധാനം ഇല്ലായിരുന്നു. ഇപ്പോൾ CE മാർക്ക് ജയിക്കാൻ സഹായിക്കണം. പക്ഷേ ഈ വർഷം CE മാർക്ക് ജയിക്കാൻ സഹായിക്കില്ലെന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം കാര്യം നടക്കുമെന്നുള്ളത് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സംശയത്തിന് മറുപടി തരാൻ എനിക്ക് സാധിക്കാത്തതിൽ, വ്യക്തമായൊരു മറുപടി തരാൻ സാധിക്കാത്തതിൽ അതിയായി ക്ഷമ ചോദിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.